ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേ എനിക്ക്. എന്നാ പിന്നെ സുഖമായിന് പോരേനല്ലോ. എടുത്തു എന്തേ ഇവര് നേരം വെയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. ഞാൻ എന്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ഓരെന്നെ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എന്റെ ഫാമിലിയാണ്. അവർക്ക് പരാതിയുമില്ല. എന്റെ സ്വന്തം അനിയനാ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എന്റെ അനിയനാ. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലായി. നമുക്കാർക്കും വലിയൊരു വയസ്സില്ല. അപ്പോ അന്ന് മുതൽ ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട്. എന്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചെന്നുള്ളതല്ല. ഇതാരോ കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ടാവും. അല്ലാതെ ഞാനിപ്പോ ആർക്ക് എന്തിന് സാമ്പത്തിക ഓഫർ? ഒരാളും പരം പിരിച്ചതായിട്ട് എന്റെ അറിവില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ഞാനിടൂ. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. ആരും എന്റെ ലോറി സാരില്ല. അർജുൻ തന്നെ പേരിടും. അർജുനെ സഹായിക്കാൻ വേണ്ടി അർജുന് വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പൊ അതിന് പറയുന്ന പറയല്ല, ആ കുടുംബം പറയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. എപ്പോ? ഇന്നത്തെ പത്രസമ്മേളനത്തിൽ. ഇന്നത്തെ ദിവസം ഞാൻ ഒരു ആരോ ഫോൺ അവിടെ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരെല്ലാരും ഫോണും എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ.